ഞാൻ ഡോക്ടർ കെ കെ കുഞ്ഞമ്മദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാണ്. കഴിഞ്ഞ 16 വർഷത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ രക്ഷിതാക്കളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് അച്ഛൻ അമ്മയെ കുറ്റപ്പെടുത്തരുത്, അമ്മ അച്ഛനെ കുറ്റപ്പെടുത്തരുത്. ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അച്ഛനെക്കുറിച്ചുള്ള മോശം കാര്യങ്ങൾ അമ്മ പറയുകയും അമ്മയെക്കുറിച്ചുള്ള മോശം കാര്യങ്ങൾ അച്ഛൻ പറയുകയും ചെയ്യും. ഇത് രണ്ടും കേൾക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ മോശക്കാരനാണ്, അമ്മ മോശക്കാരിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ അവർ പറയുന്നതൊന്നും ഇവർ അനുസരിക്കില്ല. എന്ന് പറഞ്ഞാൽ ആ രണ്ടുപേരെയും ഈ കുട്ടികൾ റെസ്പെക്റ്റ് ചെയ്യില്ല. ഇത് കുട്ടിയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുകയും നാളെ ഒരു ആൻറ്റി സോഷ്യൽ എനിമലായിട്ട് വരെ മാറാൻ സാധ്യതകളുണ്ട്. ഒരിക്കലും ഒരു കമ്പനിയിൽ ഒരു വാർഷിക യോഗം നടക്കുകയാണ്. ആ യോഗം നടക്കുന്ന സ്ഥലത്ത് ആ സ്ഥാപനത്തിലെ സെക്യൂരിറ്റിയുടെ ഭാര്യയും മകനും പരിപാടി കാണാനായിട്ട് വന്നിട്ടുണ്ട്. അവർ ബാക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ഈ സ്ഥാപനത്തിലെ ഉയർന്ന പൊസിഷനിലുള്ള ജോലിക്കാരുടെ മക്കളും പഠിക്കുന്നത്. അപ്പം ഈ കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ, എൻ്റെ ക്ലാസ്സിലെ രോഹന്റെ അച്ഛൻ ആ വേദിയിൽ കോട്ടും സൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതുപോലെ എൻ്റെ ക്ലാസ്സിലെ രോഹിണിയുടെ അച്ഛനും ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അവരൊക്കെ വലിയ പൊസിഷനിലാണ്, വലിയ ജോലിയാണല്ലേ അവർക്കൊക്കെ, എൻ്റെ അച്ഛൻ ചെറിയ ജോലിയാണ്, അതുകൊണ്ടായിരിക്കും അല്ലേ അച്ഛനെ അവിടെ കാണാത്തത് എന്ന് പറഞ്ഞു. ഈ അമ്മ പറഞ്ഞു, മോനെ, അച്ഛനാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നത്. കാരണം അച്ഛൻ ഇവിടെ ഇല്ലെങ്കിൽ ഈ കമ്പനി ഇല്ല. കാരണം ഈ കമ്പനിയുടെ സെക്യൂരിറ്റി, അതായത് അതിൻ്റെ പ്രൊട്ടക്ഷൻ നിന്റെ അച്ഛൻ്റെ കൈകളിലാണ്. അതുകൊണ്ട് അച്ഛനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലിക്കാരനായിട്ട് ഈ സ്ഥാപനത്തിലുള്ളത് എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടിയുടെ അച്ഛൻ വളരെ കുറഞ്ഞ പൊസിഷനിലാണ് അല്ലെങ്കിൽ താണ ജോലിയാണെന്ന് കേൾക്കുമ്പോൾ കുട്ടിക്ക് ഒരുപക്ഷെ അച്ഛനോട് റെസ്പെക്റ്റ് കുറയാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അമ്മ ഈ അച്ഛൻ ഉയർന്ന പൊസിഷനിലാണ് എന്ന രീതിയിൽ പറയുകയാണ്. ഇതാണ് ശരി. ഇത് അമ്മ മാത്രമല്ല, അച്ഛനും അമ്മയെക്കുറിച്ച് ഇങ്ങനെ തന്നെ പറയണം. ഇങ്ങനെ പറയുമ്പോൾ ആ കുടുംബത്തിലെ മക്കൾ നല്ല റെസ്പെക്റ്റുള്ള കുട്ടികളായിട്ട് മാറും എന്നതിൽ തർക്കമില്ല.